സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി തേങ്ങ വറുത്തരച്ച മീൻകറിയാണ് കേട്ടോ. ഇതൊരു തനിനാടൻ മീൻകറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/4 കിലോ ആവോലി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, 12 ചെറിയുള്ളി 2ആയി മുറിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1-2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതിന് ഒരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ, 7 വറ്റൽമുളക് 2ആയി മുറിച്ചത്, ഉലുവ 1/4 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലി. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. അതിനുശേഷം ഇത് മൂക്കെ വറുത്തെടുക്കണം. ഇത് ഡാർക്ക് ബ്രൗൺ നിറമാകുന്നവരെ മൂപ്പിക്കണം. തേങ്ങ മൂപ്പിക്കുമ്പോൾ ചെറിയ തീയിൽ വേണം കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് അരയ്ക്കാനായിട്ട്. ആദ്യമേ വെള്ളം ഒഴിച്ച് അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായി അരയത്തില്ല. ഇതുപോലെ പൊടിച്ചതിന് ശേഷം അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഇത് അരഞ്ഞു കിട്ടും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരച്ചതിന് ശേഷം നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. അതിനുശേഷം ഈ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് കഴുകി ഒഴിക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, ഇതിലേക്ക് പുളി ചേർക്കാം. അതിന് കുടംപുളിയോ വാളംപുളിയോ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർക്കുന്നത് കുടംപുളിയാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം സ്റ്റൗവിലേക്ക് മാറ്റാം. ഈ ഒഴിച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ട് തിളയ്ക്കണം. അതുവരെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈ ആയിട്ട് തന്നെ വെക്കുക. ഈ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കുക. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാൻ പറഞ്ഞത്. അതുപോലെ പുളിയും നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിക്കണം. ഇത് മീൻ വേകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നോക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. മീൻ വേകാൻ അധികം സമയമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അതുപോലെ മീൻ ചേർത്തതിന് ശേഷം നമ്മൾ തവിയിട്ട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടി ചേർക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 1 ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 1 വറ്റൽമുളക് 2ആയി മുറിച്ചിടാം. ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് മീൻകറിയിലേക്ക് ഒഴിക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ആവോലി തേങ്ങ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് ഒരു 3-4 മണിക്കൂർ മുന്നേ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് ഈ മീൻ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.